അപ്പോൾ നിങ്ങൾക്ക് അറ്റോമിക് മാസ് എന്താണെന്നും മോളിക്കുലർ മാസ് എന്താണെന്നും ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അറ്റോമിക് മാസിൻ്റെ യൂണിറ്റ് യു ആണെന്നും അറ്റോമിക് മാസ് യൂണിറ്റ് AMU ആണെന്നും അറിയാം. മോളിക്കുലർ മാസിൻ്റെ യൂണിറ്റും സെയിം തന്നെയാണ്. ഇനി ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16 ആണ്. യൂഷ്വലി നമ്മൾ 16 എഴുതാറുള്ളൂ. ആക്ച്വലി അത് 16U ആണ്. എന്നാലും നമ്മൾ ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എത്രയാണെന്ന് ചോദിച്ചാൽ 16 എന്ന് പറയും. ഒരു നമ്പർ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ 16? ഇറ്റ് ഈസ് 16 times heavier than 1/12 the mass of a carbon 12 atom. കാരണം 1 AMU സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് അറ്റോമിക് മാസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് AMU ആണ്. അത് 1/12 the mass of a carbon 12 atom ആണ്. അപ്പോൾ ഏതൊരു ആറ്റത്തിൻ്റെയും മാസ് 1/12 the mass of carbon 12 ആറ്റത്തിൻ്റെക്കാട്ടിലും എത്ര ടൈംസ് ആണെന്ന് പറയുന്നതാണ് അറ്റോമിക് മാസ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അറ്റോമിക് മാസ് എന്താണെന്ന് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് അറ്റോമിക് മാസിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുക? ആ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. എന്താണ് അറ്റോമിക് മാസ്? അറ്റോമിക് മാസ് ഈസ് എ നമ്പർ വിച്ച് ഷോസ് ഹൗ മെനി ടൈംസ് ദ മാസ് ഓഫ് വൺ ആറ്റം ഓഫ് ദാറ്റ് എലമെൻറ്റ് ഈസ് ഹെവിയർ ദാൻ 1/12 the mass of a carbon 12 atom. That is atomic mass. Atomic mass of oxygen is 16. That means one atom of oxygen is 16 times heavier than 1 AMU. Clear ആയില്ലേ? അതേപോലെ molecular mass. Molecular mass is also a number. For example, molecular mass of water. Molecular mass of water എങ്ങനെയാണ് കിട്ടിയത് നമുക്ക്? molecular mass atomic masses ആഡ് ചെയ്തപ്പോൾ എന്താ കിട്ടിയത്? 2 + 16 = 18 അല്ലേ? So this shows that one molecule of water is 18 times heavier than 1 AMU. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മോളിക്കുലർ മാസ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? മോളിക്കുലർ മാസ് ഈസ് എ നമ്പർ വിച്ച് ഷോസ് ഹൗ മെനി ടൈംസ് ദ മാസ് ഓഫ് വൺ മോളിക്യൂൾ ഓഫ് എ കോമ്പൗണ്ട് ഈസ് ഹെവിയർ ദാൻ 1/12 the mass of a carbon 12 atom. ക്ലിയർ ആയില്ലേ? അപ്പോൾ അറ്റോമിക് മാസസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ ഫോർമുല എഴുതിയിട്ട് അതിൻ്റെ അറ്റോമിക് മാസസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോളിക്കുലർ മാസ് കിട്ടുന്നു. ഇനി അപ്പോൾ അറ്റോമിക് മാസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. അറ്റോമിക് മാസ് കാണാനായിട്ട് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. ഫോർ എക്സാമ്പിൾ കാർബണിൻ്റെ അറ്റോമിക് മാസ് നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് 12. അതെങ്ങനെയാണ് നമ്മൾ വേറെ തരത്തിൽ പറയുന്നത്? കാർബണിൻ്റെ ന്യൂക്ലിയസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതിൽ 6 പ്രോട്ടോൺസും ഉണ്ട്, 6 ന്യൂട്രോൺസും ഉണ്ട്. അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്? 12. ഓരോന്നിൻ്റെയും മാസ് രണ്ടിൻ്റെയും മാസ് ഈക്വലായിട്ട് എടുക്കുന്നു. പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെ മാസ് 1 ആയിട്ട് എടുക്കുന്നു. സോ 6 × 1 + 6 = 12. അപ്പോൾ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അറ്റോമിക് മാസ് കിട്ടും. പക്ഷേ ഇപ്പോൾ അറ്റോമിക് മാസ് എന്താണെന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലായി. ഇനി നോക്കൂ, ഏതെങ്കിലും ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് ഗ്രാമിൽ പറയണമെന്ന് വിചാരിക്കൂ. എങ്ങനെയാണ് ആറ്റത്തിൻ്റെ മാസ് നമുക്ക് ഗ്രാമിൽ പറയാൻ പറ്റുക? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഹൈഡ്രജൻ്റെ മാസ് ഗ്രാമിൽ പറയണമെന്ന് വിചാരിക്കൂ. നമുക്കറിയാം ഹൈഡ്രജൻ്റെ മാസ് എത്രയാണ്? അറ്റോമിക് മാസ് ഈസ് 1.008 U എന്ന് നമ്മൾ പഠിച്ചതല്ലേ? അങ്ങനെയാണെങ്കിൽ 1Uയുടെ വാല്യൂ നിങ്ങൾക്കറിയാം. 1U ഈസ് 1 AMU. 1 AMU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ 1.008 AMU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1.008 × 1.66056 × 10⁻⁻24 gram. This is the actual mass of one atom of hydrogen. അതുപോലെ ആക്ച്വൽ മാസ് ഓഫ് 1 atom of കാർബൺ എങ്ങനെയായിരിക്കും? കാർബണിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? ഇറ്റ് ഈസ് 12 ആണ് അല്ലേ? അറ്റോമിക് മാസ് ഓഫ് കാർബൺ ഈസ് 12U. സോ വാട്ട് ഈസ് ഇറ്റ്സ് ആക്ച്വൽ മാസ്? ഇറ്റ് ഈസ് നോക്കൂ 12U = 1U = this. So 12 × 1.66056 × 10⁻⁻24 gram. അപ്പോൾ കിട്ടുന്നത് എത്രയാണ്? മൾട്ടിപ്ലൈ ചെയ്താൽ 1.992648 × 10⁻⁻23 gram. ഇതേപോലെ നമുക്ക് മോളിക്കുലർ മാസും കാൽക്കുലേറ്റ് ചെയ്യാം. മോളിക്കുലർ മാസ് ഓഫ് വാട്ടർ, ദറ്റ് ഈസ് ദ മാസ് ഓഫ് 1 molecule of water ഈസ് 18U.
which is equal to 18 into 1U equal to this. So this is the mass of 1 molecule of water in gram. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് അടുത്ത കോൺസെപ്റ്റിലേക്ക് പോകാം, which is mole concept. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മോൾ കോൺസെപ്റ്റാണ്. അതായത് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിലേ പറഞ്ഞു, there is a quantitative relationship between the amount of substance and the number of particles present in it. നമുക്കറിയാം ഒരു സബ്സ്റ്റൻസിൻ്റെ ചെറിയ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ആറ്റോ മോളിക്യൂളോ ആണ്. നമ്മൾ ഏത് സബ്സ്റ്റൻസ് എത്ര കുറച്ചെടുത്തു കഴിഞ്ഞാലും അതിലുള്ള ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ്, ജനറലി പാർട്ടിക്കിൾസ്, അതിൻ്റെ എണ്ണം വളരെ വലുതായിരിക്കും. ചെറിയ എമൗണ്ട് ആണെങ്കിൽ അതിലുള്ള പാർട്ടിക്കിൾസിൻ്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും. കാരണം ഈ ആറ്റം ആൻഡ് മോളിക്യൂൾ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, കാണാൻ തന്നെ പറ്റാത്തതാണ്. അപ്പോൾ ചെറിയൊരു എമൗണ്ടിൽ പോലും വെരി ലാർജ് നമ്പർ ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ആർ ദർ. അങ്ങനെയാണെങ്കിൽ ആ ആറ്റംസിൻ്റെ അല്ലെങ്കിൽ മോളിക്യൂൾസിൻ്റെ എണ്ണം എക്സ്പ്രസ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അതൊരു വളരെ വലിയ നമ്പർ ആയിരിക്കും. ആ വലിയ നമ്പർ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പുതിയ ഒരു ടേം തന്നെ വേണം നമുക്ക്. നമുക്കറിയാം, നമുക്ക് 2 എണ്ണാണെങ്കിൽ നമ്മളതിനെ പെയർ എന്നും, 12 എണ്ണം ആണെങ്കിൽ അതിനെ എന്ത് പറയും, ഒരു ഡസൻ എന്നും പറയാറുണ്ട്. അതുപോലെ നമുക്ക് ആറ്റംസിൻ്റെ എണ്ണം എക്സ്പ്രസ് ചെയ്യാനായിട്ട് എന്ത് വേണം, അല്ലെങ്കിൽ മോളിക്യൂൾസിൻ്റെ എണ്ണം, ഇനി വേണമെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം, പ്രോട്ടോൺസിൻ്റെ എണ്ണം ഒക്കെ എക്സ്പ്രസ് ചെയ്യാനായിട്ട്, അതായത് ചെറിയ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം എക്സ്പ്രസ് ചെയ്യാനായിട്ട് പുതിയൊരു ടേം വേണം. ആ ടേമാണ് നമ്മൾ മോൾ എന്നുള്ള ടേം ഉപയോഗിക്കുന്നത്, മോൾ. ഇനി മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കണം. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം കാർബണിൻ്റെ അറ്റോമിക് മാസ് 12 അല്ലേ. ആ അറ്റോമിക് മാസ് നമ്മൾ അതേ അറ്റോമിക് മാസ് ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യല്ല ചെയ്യുന്ന, അറ്റോമിക് മാസ് ഗ്രാമിൽ എഴുതുന്നു. അറ്റോമിക് മാസ് ഓഫ് കാർബൺ ഈസ് 12. ഇറ്റ്സ് അറ്റോമിക് മാസ് ഇൻ ഗ്രാം ഈസ് 12 ഗ്രാം. 12 ഗ്രാം ആണ്. ഇതിനെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഗ്രാം അറ്റോമിക് മാസ് എന്ന് പഠിച്ചിട്ടില്ലേ. ഗ്രാം അറ്റോമിക് മാസ് എന്നുള്ളതാണ് അറ്റോമിക് മാസ് ഇൻ ഗ്രാമിനെ പറയുന്നത്. വെൻ അറ്റോമിക് മാസ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ഇറ്റ് ഈസ് കോൾഡ് ഗ്രാം അറ്റോമിക് മാസ്, ഓർ സിംപ്ലി നമുക്ക് വേണമെങ്കിൽ ഗ്രാം ആറ്റം എന്നൊക്കെ പറയാം. അപ്പോൾ 1 ഗ്രാം ആറ്റം ഓഫ് കാർബൺ മീൻസ് 12 ഗ്രാം. അതായത് നമ്മളൊരു 12 ഗ്രാം കാർബൺ എടുക്കുന്നു എന്ന് വിചാരിക്കും. അപ്പോൾ കാർബൺ പൗഡറാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കാർബൺ പൗഡർ കിട്ടുന്നു. അത് നമ്മളൊരു സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ അത് ഏതുപോലെ ഉണ്ടാവും, ഒരു ചെറിയ ഹീപ്പ്, ഒരു ചെറിയ കൂന. ഈ ഹീപ്പിന് ഉള്ള ലാറ്റിൻ വേർഡാണ് മോൾ എന്ന് പറയുന്നത്. ചെറിയ കുട്ടി കുന്നിന് പറയുന്ന പേരാണ് മോൾ, ലാറ്റിൻ വേർഡ്. അപ്പോൾ ആ 12 ഗ്രാം നമുക്കറിയാം കാർബണാണ് സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ എടുത്തത് അറ്റോമിക് മാസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ 12 ഗ്രാം നമ്മൾ എടുത്തിട്ട് അതിനെ ഒരു ഹീപ്പാക്കി വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഷോസ് 1 മോൾ, അതാണ് 1 മോൾ എന്ന് പറയുന്നത്. അതായത് ആ 12 ഗ്രാമിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടോ ആ പാർട്ടിക്കിൾസിൻ്റെ എണ്ണത്തിനെ നമുക്ക് 1 മോൾ എന്ന് വിളിക്കാം. ശരിക്കും പറഞ്ഞാൽ എണ്ണത്തിനെയല്ല നമ്മൾ 1 മോൾ എന്ന് പറയുന്നത്, അത്രയും എണ്ണം പാർട്ടിക്കിൾസ് അടങ്ങിയിരിക്കുന്ന എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ നമുക്ക് വിളിക്കാം 1 മോൾ എന്ന്. അപ്പോൾ 12 ഗ്രാം കാർബണിൽ കുറേ പാർട്ടിക്കിൾസ് ഉണ്ട്. ആ പാർട്ടിക്കിൾസ് അടങ്ങിയിട്ടുള്ള ഈ 12 ഗ്രാം കാർബണിനെ നമ്മൾ വിളിക്കുന്നു എന്ത്, 1 മോൾ ഓഫ് കാർബൺ. ഇനി നമുക്ക് നോക്കണം 12 ഗ്രാം കാർബണിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്. നിങ്ങൾക്കറിയാം കാർബണിൽ ഉണ്ടായിരിക്കുന്നത് കാർബൺ ആറ്റംസ് ആയിരിക്കും. ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസ് നമ്മൾ കുറച്ച് മുമ്പേ കണ്ടുപിടിച്ചു. എത്രയാണ്? ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസ് 1.992648 ഇൻറ്റു 10⁻⁻23 ഗ്രാം. കുറേ കാർബൺ ആറ്റത്തിൻ്റെ മാസ് 12 ഗ്രാം ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നു. കുറേ കാർബൺ എടുത്തു, അതിൻ്റെ മാസ് എത്രയാണ്? 12 ഗ്രാം ആണ്. അപ്പോൾ 12 ഗ്രാം കാർബണാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിലത്തെ ആ 12 ഗ്രാം കാർബൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് എ വെരി ലാർജ് നമ്പർ ഓഫ് കാർബൺ ആറ്റം. അത്രയും നമ്പർ ഓഫ് കാർബൺ ആറ്റംസിൻ്റെ മാസാണ് 12 ഗ്രാം. ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസാണ് ഇത്. അപ്പോൾ ആകെ കാർബൺ ആറ്റത്തിൻ്റെ മാസിനെ ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ടെന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യുന്നു, ഈ 12 ഗ്രാമിനെ കാർബൺ ആറ്റത്തിൻ്റെ ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസ് 1.992648 ഇൻറ്റു 10⁻⁻23 ഗ്രാം
ടോട്ടൽ കാർബൺ ആറ്റത്തിൻ്റെ മാസിനെ ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ദ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് പ്രസൻറ്റ് ഇൻ ഇറ്റ്. ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 6.022 ഇൻറ്റു 10⁻23 ആണ്. ഈ മാജിക് നമ്പറിനെ പറയുന്ന പേരാണ് അവോഗാഡ്രോ നമ്പർ എന്നും കൂടെ പറയാം. എന്താ പറയുക? ഇത് അവോഗാഡ്രോ ആണ് കണ്ടുപിടിച്ചത്. അത് കാരണം നമുക്ക് ഇതിനെ അവോഗാഡ്രോ നമ്പർ എന്ന് പറയാം. അവോഗാഡ്രോ നമ്പർ NA എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ദിസ് ഈസ് അവോഗാഡ്രോ നമ്പർ. അപ്പോൾ ഈ അവോഗാഡ്രോ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് പ്രസൻ്റ് ആയിട്ടുള്ള കാർബണിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 12 gram ആണ്. ഇതിനെയാണ് എന്ത് പറയുന്നത്? 1 mol. ഈ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെയാണ് 1 mol എന്ന് പറയുന്നത്. അതായത് NA പാർട്ടിക്കിൾസ് ഉള്ള എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന് പറയുന്ന പേരാണ് 1 mol. സോ എങ്ങനെ നമുക്ക് 1 മോളിനെ ഡിഫൈൻ ചെയ്യാം? 1 mol ഈസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് വിച്ച് കണ്ടെയ്ൻ അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് നമുക്ക് പറയാം, സിമ്പിളായിട്ട് പറയാം. ഇനി നമുക്ക് വേറൊരു സബ്സ്റ്റൻസ് നമുക്ക് എടുത്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് വാട്ടർ എടുക്കാം. ഇഫ് യു ടേക്ക് 18 gram ഓഫ് വാട്ടർ. എന്താണ് 18 gram ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? 18 ഈസ് ദ മോളിക്യുലാർ മാസ് ഓഫ് വാട്ടർ. മോളിക്യുലാർ മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. This is 18 gram. And if you divide this much, that is 18 gram ആണ് നമ്മൾ എടുത്തിട്ടുള്ള വാട്ടറിൻ്റെ മാസ്. അതിനെ ഒരു മോളിക്യൂൾ വാട്ടറിൻ്റെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 18 ഗ്രാമിലുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം കിട്ടില്ലേ? സോ ദിസ് ഡിവൈഡഡ് ബൈ 18 ഇൻറ്റു എത്രയാണ്? 18U 1.66056 ഇൻറ്റു 10⁻⁻24 gram. This is the mass of 1 molecule of water. അല്ലേ? ഒരു മോളിക്യൂൾ വാട്ടറിൻ്റെ മാസ് ഇത് ആകെ മാസിനെ ഒരു മോളിക്യൂളിൻ്റെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കിട്ടും. ഇവിടെ 18 കട്ട് ചെയ്യാം. സോ 1/1.66056 ഇൻറ്റു 10⁻⁻24 വിച്ച് ഈസ് ഓൾസോ 6.022 ഇൻറ്റു 10⁻23. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതെന്താണ്? അവോഗാഡ്രോ നമ്പറാണ്. അപ്പോൾ അവോഗാഡ്രോ നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് അടങ്ങിയിട്ടുള്ള വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്? 18 gram. ദിസ് ക്വാണ്ടിറ്റി ഈസ് കോൾഡ് 1 mol. സോ നമുക്ക് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ നോക്കാം. നമ്മൾ 12 gram കാർബൺ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇത്രയും പാർട്ടിക്കിൾസ് ഉണ്ട്, ഇത്രയും കാർബൺ ആറ്റംസ് ഉണ്ട്. സോ ഏതൊരു സബ്സ്റ്റൻസും 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ് അതിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ നമുക്ക് വിളിക്കാം 1 mol. സോ വി ക്യാൻ നൗ ഡിഫൈൻ 1 mol ആസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് വിച്ച് കണ്ടെയ്ൻ ആസ് മെനി പാർട്ടിക്കിൾസ് ആസ് ദാറ്റ് പ്രസൻറ്റ് ഇൻ 12 gram ഓഫ് കാർബൺ. 12 gram ഓഫ് കാർബൺ 12 എന്ന് വേണമെങ്കിൽ പറയാം. 12 gram ഓഫ് കാർബൺ 12ൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ടോ അത്രയും പാർട്ടിക്കിൾസ് അടങ്ങിയിട്ടുള്ള വേറെ ഏതൊരു സബ്സ്റ്റൻസിൻ്റെയും എമൗണ്ടിനെ നമുക്ക് മോൾ എന്ന് വിളിക്കാം. അപ്പോൾ ക്ലിയർ ആയല്ലോ മോൾ എന്താണെന്നുള്ളത്. ഇനി നമുക്ക് പറയാവുന്നത് ഒരു മോൾ ഓഫ് സബ്സ്റ്റൻസിൻ്റെ മാസിനെ നമുക്ക് എന്ത് വിളിക്കാം? മോളാർ മാസ് എന്ന് വിളിക്കാം. അടുത്ത ടേമാണ് മോളാർ മാസ്. Molar mass is the mass of 1 mol of a substance in gram. ഒരു മോൾ സബ്സ്റ്റൻസിൻ്റെ മാസ് ഗ്രാമിൽ പറയുന്നതാണ് മോളാർ മാസ്. സോ ദ മോളാർ മാസ് ഓഫ് കാർബൺ ഈസ് 12 gram. ലൈക്ക് ദാറ്റ് മോളാർ മാസ് ഓഫ് വാട്ടർ ഈസ് 18 gram. അല്ലേ? അതേപോലെ മോളാർ മാസ് ഓഫ് അമോണിയ എങ്ങനെ പറയാം നമുക്ക്? അമോണിയയുടെ മോളിക്കുലാർ മാസ് പറയൂ. 14 + 3 ഇൻറ്റു 1. അറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ ഈസ് 14 + 3 = 17. ഇത് നമുക്ക് ഗ്രാമിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ഇറ്റ്സ് മോളാർ മാസ്. മോളിക്കുലാർ മാസ് തന്നെ ഗ്രാമിൽ പറയുകയാണെങ്കിൽ അത് ഒരു മോളിൻ്റെ മാസ്സായിരിക്കും. അപ്പോൾ നമുക്കതിനെ എന്ത് വിളിക്കാം? മോളാർ മാസ്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാം അറ്റോമിക് മാസിന് വലിയ പ്രസക്തിയില്ല. എല്ലാം നമുക്ക് എന്തിലൊരൊറ്റ ടേമിൽ ഒതുക്കാം. ഏതാണ് ആ ടേം? മോളാർ മാസ്. മോളിക്കുലർ മാസ് അല്ല, മോളാർ മാസ്. മോളാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രാമിലായിരിക്കും എഴുതുന്നത്.
മോളിക്കുലർ മാസ് തന്നെ ഗ്രാമിൽ പറയുന്നതാണ്. അതിൽ ഷുവറായിട്ടും എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാവും? ഏതിൻ്റെയും ഒരു മോളാർ മാസ് എടുത്തു കഴിഞ്ഞാൽ എത്രയുണ്ടാവും? അതിൽ ഇത്രയും പാർട്ടിക്കിൾസ് ഉണ്ടാവും. 6.022 × 10⁻23 പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയാം. ഓക്സിജൻ. നമുക്കറിയാം ഓക്സിജൻ എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത് O2 ആയിട്ടാണ്. ഓക്സിജൻ്റെ മോളിക്കുലാർ മാസ്, അറ്റോമിക് മാസ് ഈസ് 16, മോളിക്കുലാർ മാസ് ഈസ് 32 ആണ്. മോളിക്കുലാർ മാസ് ഓക്സിജൻ ഈസ് 32. സോ 32 ഗ്രാം ഓക്സിജൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മോളാർ മാസ്സായി. മോളാർ മാസ് ഓഫ് ഓക്സിജൻ ഈസ് 32 ഗ്രാം. സോ 32 ഗ്രാം ഓഫ് ഓക്സിജൻ കണ്ടെയ്ൻസ് 6.022 × 10⁻23. എന്താ ഉണ്ടാവുക അതിൽ? ഓക്സിജൻ മോളിക്യൂൾസ്. 32 ഗ്രാം ഓക്സിജൻ കണ്ടെയ്ൻസ് 6.022 × 10⁻23 ഓക്സിജൻ മോളിക്യൂൾസ്. ക്ലിയർ ആയല്ലോ? ഇനി ഹീലിയം നമ്മൾ എടുക്കുന്നു. നിങ്ങൾക്കറിയാം ഹീലിയത്തിൻ്റെ അറ്റോമിക് മാസ് ഈസ് 4. അറ്റോമിക് മാസ് നമ്മൾ ഗ്രാമിൽ എഴുതുന്നു. ഇപ്പം നമുക്കതിനെ നിങ്ങൾ ഗ്രാം അറ്റോമിക് മാസ് എന്നാണ് പഠിച്ചിരുന്നത് എങ്കിലും ഇപ്പോൾ ഇതിനെ നമുക്ക് മോളാർ മാസ് എന്ന് പറയാം. അപ്പോൾ 4 ഗ്രാം ഹീലിയത്തിൽ എത്ര ഹീലിയം ആറ്റംസ്? ഹീലിയം He2 ആയിട്ടല്ല എക്സിസ്റ്റ് ചെയ്യുന്നത്, ഹീലിയം He ആറ്റംസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 4 ഗ്രാം ഓഫ് ഹീലിയത്തിൽ 6.022 × 10⁻23 ഹീലിയം ആറ്റംസ് ഉണ്ടാവും. ഓക്സിജൻ്റെ പോലെ O2 മോളിക്യൂൾസ് ആയിട്ടല്ല എക്സിസ്റ്റ് ചെയ്യുന്നത്, ഹീലിയം ആറ്റമായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് പഠിക്കേണ്ട വേറൊരു ടേം ഉണ്ട്. ദിസ് ഇസ് മോളാർ മാസ് എന്നുള്ളതാണ് പഠിച്ചത്. ഇതേപോലെയുള്ളൊരു ടേമാണ് മോളാർ വോള്യം. മോളാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാസ് ഓഫ് 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ഗ്രാം. അതേപോലെ മോളാർ വോള്യം എന്തായിരിക്കും? വോള്യം പറയണമെങ്കിൽ ആ സബ്സ്റ്റൻസ് ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കണം. ഗേഷ്യസ് സ്റ്റേറ്റിലുള്ളതിൻ്റെ മാത്രമേ എന്ത് പറയുള്ളൂ? വോള്യം പറയുള്ളൂ. അപ്പോൾ ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള ഒരു സബ്സ്റ്റൻസിൻ്റെ ഒരു മോളിൻ്റെ വോള്യത്തിന് പറയുന്ന പേരാണ് മോളാർ വോള്യം. മോളാർ വോള്യം ഈസ് ദ വോള്യം ഓഫ് 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ്. ഇനി ആ സബ്സ്റ്റൻസ് തന്നെ, ആ ഗ്യാസ് തന്നെ STPയിലാണെങ്കിൽ, STP എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും പ്രഷറിലും ഇരിക്കുന്ന ഒരു മോൾ സബ്സ്റ്റൻസിൻ്റെ, ഒരു മോൾ ഗ്യാസിൻ്റെ വോള്യത്തിന് പറയുന്ന പേരാണ് മോളാർ വോള്യം. അടുത്ത ടേം പഠിക്കാനുള്ളതാണ് മോളാർ വോള്യം. മോളാർ വോള്യം ഈസ് ദ വോള്യം ഓഫ് 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ്. ഇഫ് ഇറ്റ് ഈസ് ഇൻ STP, its volume is found to be equal to 22.4 liters. ഒരു മോളിൻ്റെ വോള്യം, ഒരു മോൾ ഗ്യാസിൻ്റെ വോള്യം 22.4 ലിറ്റേഴ്സ് ആകുന്നു. എപ്പോൾ? ഇഫ് ഇറ്റ് ഈസ് ഇൻ STP, ഇൻ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ആൻഡ് ദാറ്റ് വോള്യം ഈസ് കോൾഡ് മോളാർ വോള്യം. സോ മോളാർ വോള്യം ഓഫ് എനി ഗ്യാസ് അറ്റ് STP ഈസ് 22.4 ലിറ്റേഴ്സ്. അത് ഏത് ഗ്യാസ് ആയിക്കോട്ടെ, ഓക്സിജൻ ആയിക്കോട്ടെ, ഹൈഡ്രജൻ ആയിക്കോട്ടെ, ഹീലിയം ആയിക്കോട്ടെ, അമോണിയ ആയിക്കോട്ടെ, സൾഫർ ഡയോക്സൈഡ് ആയിക്കോട്ടെ, ഏത് ഗ്യാസ് ആയാലും അതിൻ്റെ വോള്യം അറ്റ് STP ഈസ് കോൾഡ് മോളാർ വോള്യം അറ്റ് STP, വിച്ച് ഈസ് ഫൗണ്ട് ടു ബി ഈക്വൽ ടു 22.4 ലിറ്റേഴ്സ്. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഇനി നമുക്കൊരു എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് തന്നു കഴിഞ്ഞാൽ അതിൽ എത്ര മോൾസ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് അറിയാം 18 ഗ്രാം വാട്ടറിൽ എത്ര മോൾസ് ഉണ്ട്? 18 ഗ്രാം വാട്ടറിൽ 1 മോൾ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായില്ലേ? കാരണം 18 ഗ്രാം എന്ന് പറയുന്നത് അതിൻ്റെ മോളാർ മാസാണ്. ഒരു മോളാർ മാസിൽ എപ്പോഴും 1 മോൾ പാർട്ടിക്കിൾസ് ആണുള്ളത്. 18 ഗ്രാമിൽ 1 മോളാണെങ്കിൽ 36 ഗ്രാമിൽ എത്രയുണ്ടാവുക? 36 ഗ്രാമിൽ 2 മോൾസ്, ഇരട്ടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ 2 മോൾസ്. അങ്ങനെയാണെങ്കിൽ 180 ഗ്രാംസിൽ എത്രയുണ്ടാവും? 18ൻ്റെ എത്ര ടൈംസ് ആണ് 180 ഗ്രാം? 10 ടൈംസ് ആണ്. അപ്പോൾ അതിൽ എത്ര മോൾസ് ഉണ്ട്? 10 മോൾസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കിട്ടിയത്? അപ്പോൾ 180ൽ 10 മോൾസ് ഉണ്ടെന്ന് നമുക്ക് ആൻസർ കിട്ടി. എങ്ങനെയാണത് കിട്ടിയത്? ഈ 180യെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് കിട്ടുന്നത് 10 എന്നുള്ളത്? 180യെ 18 കൊണ്ട്. 180/18
180 by 18 gram. 180 gram ആണ് ടോട്ടൽ മാസ്. അതിനെ 18 gram, ദാറ്റ് ഈസ് ഇറ്റ്സ് മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അതിലുള്ള 10 വിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു 10 എന്ന് നമുക്ക് കിട്ടി. അതുപോലെ 36 gram വാട്ടർ, അതിനെ നമ്മൾ 18 gram അതിൻ്റെ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു 2. അതിൽ 2 മോൾസ് ഉണ്ട്. 18 gram വാട്ടർ എടുക്കുന്നു, അതിനെ 18 gram മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. Then we get 1 mole. So to get the number of moles, what we have to do? Divide the given mass in gram of the substance with its molar mass. മനസ്സിലായല്ലോ? So number of moles is given by the formula എന്താണ്? Given mass in gram. Given mass in gram divided by molar mass will give you the number of moles. നോക്കൂ, 64 gram ഓക്സിജനിൽ എത്ര ഓക്സിജൻ നമ്പർ ഓഫ് മോൾസ് ഉണ്ട്? 64 gram divided by its molar mass 32, which is equal to 2 moles. 2 mole ഓക്സിജൻ മോളിക്യൂൾസ് ആണ്. ഓക്സിജൻ മോളിക്യൂളായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് 32 എൻ്റെ മോളാർ മാസ് ആണ്. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 moles ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് ആണ്. അപ്പോൾ അതിൽ എത്ര ഓക്സിജൻ ആറ്റംസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഓക്സിജൻ മോളിക്യൂളിൽ 2 ആറ്റം. അപ്പോൾ 2 മോൾസിൽ എത്ര ഉണ്ടാവും? 2 into 2 equal to this much moles of oxygen atoms. വ്യത്യാസം മനസ്സിലായോ? ഇവിടെ 2 moles ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ്. എത്ര ഓക്സിജൻ ആറ്റംസ് ഉണ്ട്, എത്ര മോളിക്യൂളാണോ അതിൻ്റെ ഇരട്ടി ഓക്സിജൻ ആറ്റം. ഒരു മോളിക്യൂളിൽ 2 ഓക്സിജൻ ആറ്റം. അപ്പോൾ അതിൻ്റെ ഇരട്ടിയാണ് വരുന്നത്. കാര്യം ക്ലിയർ ആയില്ലേ? നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല മറക്കരുത്, ഇത് ബൈ ഹാർട്ട് ചെയ്യണം. മോളാർ മാസ് എപ്പോഴും ഗ്രാമിലാണ് പറയുക. ഗിവൺ മാസ് ഗ്രാമിലെടുക്കണം. ഇത്രയും ഭാഗം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്നുള്ള ടോപ്പിക്കാണ്. അതായത് ഇപ്പം നിങ്ങൾ ലാബിൽ ചെന്നു, നിങ്ങളുടെ കയ്യിലൊരു പുതിയ കോമ്പൗണ്ട് കിട്ടിയാൽ നമ്മൾ ചോദിക്കും ഇത് എന്താണെന്നുള്ളത് ചോദിക്കുന്നതുകൊണ്ട് എന്താ മീൻ ചെയ്യണത്? ഇതിൻ്റെ ഈ കോമ്പൗണ്ടിൽ അടങ്ങിയിരിക്കുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, ആ എലമെൻറ്റ്സ് തമ്മിലുള്ള റേഷ്യോ എന്താണ് എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ കോമ്പൗണ്ട് എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു കോമ്പൗണ്ടിൽ ഹൈഡ്രജനും ഓക്സിജനും അടങ്ങിയിരിക്കുന്നു. അപ്പോൾ അത് ഏതാണ് കോമ്പൗണ്ട് എന്ന് പറയണമെങ്കിൽ നിങ്ങൾക്കറിയാം, നേരത്തെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഹൈഡ്രജനും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്ത് 2 കോമ്പൗണ്ട്, വാട്ടറും ഹൈഡ്രജൻ പെറോക്സൈഡും, H2O ആൻഡ് H2O2. അപ്പോൾ അതിൽ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള റേഷ്യോ എന്താണെന്ന് പറഞ്ഞാലേ നമുക്ക് ഏത് കോമ്പൗണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ആ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം? ആ കോമ്പൗണ്ടിലുള്ള ഓരോ എലമെൻറ്റിൻ്റെയും പെർസെൻറ്റേജ് കോമ്പോസിഷൻ അറിയണം. അതായത് നമുക്ക് ആ കോമ്പൗണ്ട് 100 gram തന്നു കഴിഞ്ഞാൽ ആ 100 ഗ്രാമിൽ അതിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഓരോ എലമെൻറ്റും എത്ര ഗ്രാമാണ് ഉള്ളതെന്നറിയണം. 100ൽ എത്ര, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? പെർസെൻറ്റേജ്. ദ മാസ് ഓഫ് an element present in 100 gram of a compound is called its percentage composition. So percentage composition കാണാനുള്ള ഫോർമുല എന്താ? Percentage mass of an element is equal to mass of that element in the compound divided by molar mass into 100. That will give you the percentage mass. ഇപ്പോൾ ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോമ്പൗണ്ട് എടുത്ത് ഓരോ എലമെൻറ്റിൻ്റെയും പെർസെൻറ്റേജ് മാസ് കാണാം. ഒരു എക്സാമ്പിൾ നോക്കൂ. നമ്മൾ എടുക്കുന്ന കോമ്പൗണ്ട് ഈഥൈൽ ആൽക്കഹോൾ, C2H5OH. ആൽക്കഹോൾ നോർമൽ സ്പിരിറ്റ് ആണിത്. അപ്പോൾ ഇതിൽ കാർബൺ എത്ര പെർസെൻറ്റേജ് ഉണ്ട്, ഹൈഡ്രജൻ എത്ര പെർസെൻറ്റേജ് ഉണ്ട്, ഓക്സിജൻ എത്ര ഉണ്ട് എന്നുള്ളത് അറിയണം. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് ഇപ്പോൾ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഈ കോമ്പൗണ്ടിൻ്റെ മോളാർ മാസ് ആദ്യം കണ്ടുപിടിക്കുക. മോളാർ മാസ് എങ്ങനെയാണ് കാണുക? അറ്റോമിക് മാസ് ആഡ് ചെയ്താൽ മതി. 2 കാർബൺ ഉണ്ട്, 2 into 12 പ്ലസ് 5 1 6 ഹൈഡ്രജൻ ഉണ്ട്, സോ 6 into 1 പ്ലസ് ഓക്സിജൻ 16, ടോട്ടൽ 46 മോളാർ മാസ്. അപ്പോൾ ഈ കോമ്പൗണ്ട് നമ്മൾ 100 ഗ്രാം എടുക്കുകയാണെങ്കിൽ അതിൽ എത്ര ഗ്രാം കാർബൺ ഉണ്ട് എന്നുള്ളതാണ്
കാർബണിൻ്റെ പെർസെൻറ്റേജ്. സോ ടു കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് മാസ് ഓഫ് കാർബൺ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ടോട്ടൽ മാസ് 46 ആണ്. നമുക്കറിയാം 46ൽ എത്രയുണ്ട്? 24 ഗ്രാം കാർബൺ ഉണ്ട്. ടോട്ടൽ 46ൽ 24 ഗ്രാം കാർബൺ ഉണ്ട്. അപ്പോൾ 100ൽ എത്രയുണ്ടാവും? 24 ഡിവൈഡഡ് ബൈ 46 ഇൻറ്റു 100 അല്ലേ? 46ൽ 24, 2 ഇൻറ്റു 12, അപ്പോൾ 100ൽ ഇൻറ്റു 100. സോ 52.14%. ലൈക്ക് ദാറ്റ് ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ് കാണാൻ എത്രയാണ്? ടോട്ടൽ ഈ കോമ്പൗണ്ടിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 6 ഹൈഡ്രജൻ. സോ ദ mass of hydrogen present in 46 gram of ethanol is 6 അല്ലേ? അപ്പോൾ 100ൽ എത്ര ഉണ്ടാവും? 6 ബൈ ടോട്ടൽ 46ൽ ഇൻറ്റു 100 is 13.13%. അതേപോലെ മാസ് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ എത്രയാണ്? ഒറ്റ ഓക്സിജനേ ഉള്ളൂ. സോ ഇറ്റ്സ് മാസ് ഇസ് 16. മോളാർ മാസ് 46. 100ൽ ഇൻറ്റു 100. 16 ബൈ 46 ഇൻറ്റു 100 34.73%. ടോട്ടൽ എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% എന്ന് കിട്ടും. എല്ലാ എലമെൻറ്റിൻ്റെയും മാസിൻ്റെ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ 100% എന്ന് കിട്ടുന്നു. അപ്പോൾ പെർസെൻറ്റേജ് മാസ് കാണാനായിട്ട് മനസ്സിലായി. ഇനി ഇതിലും സിമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ വേറൊരു കോമ്പൗണ്ട് എടുക്കാം. വാട്ടർ എന്നുള്ള കോമ്പൗണ്ട് എടുക്കാം. വാട്ടറിൻ്റെ ഫോർമുല നമുക്കറിയാം, H2O ആണ്. ഈ H2Oയിൽ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും പെർസെൻറ്റേജ് മാസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. വാട്ടറിൻ്റെ ഫോർമുല ആദ്യം എഴുതുക, മോളാർ മാസ് കണ്ടുപിടിക്കുക. വാട്ടർ is H2O. ഇറ്റ്സ് മോളാർ മാസ് ഇസ് എത്രയാണ്? 2 ഹൈഡ്രജൻ 2 ഇൻറ്റു 1, ഒരു ഓക്സിജൻ മാസ് 16. സോ ഇറ്റ് ഈസ് 18. മോളാർ മാസ് ഇസ് 18 gram. Then percentage mass of hydrogen equal to mass of hydrogen in this compound is 2. Molar mass is 18 into 100 is the percentage mass of hydrogen. So equal to the cut ചെയ്താൽ 9 കിട്ടും. 100 by 9 is 11.11. This is the percentage mass of hydrogen in this compound in water. Then what is the percentage mass of oxygen? ആകെ 2 എലമെൻറ്റേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ 100% ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഓക്സിജൻ്റെ പെർസെൻറ്റേജ് എത്ര വരും? 100ൽ നിന്ന് 11.11 മൈനസ് ചെയ്താൽ മതി. സോ പെർസെൻറ്റേജ് മാസ് ഓഫ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? 100 മൈനസ് 11.11. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ ഡിവൈഡഡ് ബൈ ദിസ് ഇൻറ്റു 100. അപ്പോൾ എത്രയാണ് വരിക? 800 by 9. സി ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100% കിട്ടുന്നു. ഇപ്പോൾ ക്ലിയർ ആയില്ലേ എങ്ങനെയാണ് പെർസെൻറ്റേജ് മാസ് കാണുക? ഇനി തിരിച്ച് ഈ പെർസെൻറ്റേജ് മാസ് ഗിവൺ ആണെങ്കിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? മോളിക്കുലർ ഫോർമുല കാണാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ് ഒരു കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ടറിൻ്റെ മോളിക്കുലർ ഫോർമുല H2O. നേരത്തെ എഴുതിയ ഈഥൈൽ ആൽക്കഹോളിൻ്റെ മോളിക്കുലർ ഫോർമുല C2H5OH. ഇനി വേറൊരു മോളിക്യൂളിൻ്റെ C6H6. നമുക്കറിയാം ഏതാണ് ഈ കോമ്പൗണ്ട്? ബെൻസീൻ. ബെൻസീൻ്റെ മോളിക്കുലർ ഫോർമുല C6H6. അപ്പോൾ എന്താണ് മോളിക്കുലർ ഫോർമുല? മോളിക്കുലർ ഫോർമുല ഗീവ്സ് the actual ratio between different kinds of atoms present in it. അപ്പോൾ ഇതിൽ 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും ഉണ്ട്. അപ്പോൾ H2O എന്നാണ് ഇതിൻ്റെ ഫോർമുല എന്നുള്ളത് തന്നിരിക്കുന്നു. അതിനെ നമ്മൾ മോളിക്കുലർ ഫോർമുല എന്ന് വിളിക്കുന്നു. ബെൻസീനിൽ 6 കാർബൺ ഉണ്ട്, 6 ഹൈഡ്രജൻ ഉണ്ട്. മോളിക്കുലർ ഫോർമുല C6H6. പക്ഷേ ഇതിൽ കാർബൺ ആറ്റത്തിൻ്റെയും ഹൈഡ്രജൻ ആറ്റത്തിൻ്റെയും എണ്ണങ്ങൾ തമ്മിലുള്ള റേഷ്യോ ഏതാ? സിംപ്ലസ്റ്റ് റേഷ്യോ. ഇതിനെ രണ്ടിനെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് യു ഗെറ്റ് ഈസ് CH, C1H1 or CH. This simplest formula shows the ratio between various kinds of atoms present in it. Simplest ratio between various kinds of
atoms present in it, which is called its empirical formula. ഇത് ബെൻസീൻ്റെ എംപിരിക്കൽ ഫോമുലയാണ് CH. ഇത് actual formula, that is called molecular formula. So what is the difference between empirical and molecular formula? Empirical formula is the simplest, അല്ലെങ്കിൽ empirical formula gives us the simplest ratio between various kinds of atoms present in one molecule of the compound. But molecular formula gives the actual number of various kinds of atoms present in one molecule of the compound. ഇത് simplest ratio, the actual number. ഡിഫറൻസ് മനസ്സിലായല്ലോ. ഇനി വാട്ടറിൻ്റെ കേസിൽ the simplest ratio between different kinds of atoms, hydrogen and oxygen, is 2:1 itself. So its empirical formula is H2O. Molecular formula is also H2O. അപ്പോൾ ചില കോമ്പൗണ്ട്സിന് എംപിരിക്കൽ ആൻഡ് മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും, ചിലതിൽ ഇതുപോലെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഈ പെർസെൻറ്റേജ് കോമ്പോസിഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒരു കോമ്പൗണ്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ കോമ്പൗണ്ട് കണ്ടുപിടിക്കുന്നു. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ ആ കോമ്പൗണ്ട് ഏതാണെന്ന് കണ്ടെത്താനായിട്ട് അതിൻ്റെ മോളിക്കുലർ ഫോർമുല നിർബന്ധമാണ്. ആ മോളിക്കുലർ ഫോർമുല കിട്ടാനായിട്ട് നമ്മൾ എന്ത് വേണം? ആദ്യം എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കണം. ആ എംപിരിക്കൽ ഫോർമുല കണ്ടെത്തുന്നതിന് മുമ്പ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെ എലമെൻറ്റ് പ്രസൻ്റ് ആണെന്ന് കണ്ടുപിടിക്കും. ഡിറ്റക്ഷൻ ഓഫ് എലമെൻറ്റ്സ്, എന്തൊക്കെ എലമെൻ്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കും. അതിനുശേഷം ആ എലമെൻ്റ് ഓരോന്നും എത്ര പെർസെൻറ്റേജ് ആണെന്ന് കണ്ടുപിടിക്കും. ആ പെർസെൻറ്റേജ് മനസ്സിലായല്ലോ. ഈ പെർസെൻറ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാം. എംപിരിക്കൽ ഫോർമുല കണ്ടെത്തി കഴിഞ്ഞാൽ മോളാർ മാസും അറിയാമെങ്കിൽ നമുക്കതിൻ്റെ മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ ഫോർമുല കണ്ടെത്തിയാലാണ് അത് ഏത് കോമ്പൗണ്ടാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കോമ്പൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ. ഇനി നമുക്ക് വാട്ടറിൻ്റെ തന്നെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്കത് മോളിക്കുലർ ഫോർമുലയിൽ എത്തണം. പെർസെൻറ്റേജ് കോമ്പോസിഷൻ മാത്രം തരുന്നു. ഒരു കോമ്പൗണ്ട് ഉണ്ട്, അതിൽ 11.11% ഹൈഡ്രജൻ ഉണ്ട്, 88.89% ഓക്സിജൻ ഉണ്ട്. ഏതാണ് കോമ്പൗണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. അതിൻ്റെ പെർസെൻറ്റേജ് മാത്രം ഞാനിവിടെ എഴുതി വച്ചിരിക്കുന്നു. പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജനും ഓക്സിജനും ഇവിടെ ഉണ്ട്. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? കോമ്പൗണ്ടിൻ്റെ ഫോർമുല, വാട്ടറിൻ്റെ ഫോർമുല നമ്മൾ കണ്ടെത്താൻ പോകുന്നു. വാട്ടറാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, ആ ഫോർമുലയിലേക്ക് നമുക്ക് എങ്ങനെ എത്താൻ നോക്കാം. അപ്പോൾ ഇത് എത്താനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ്, എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിൽ ചെയ്യാനായിട്ട് ഒരു കോളം ഉണ്ടാക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. ആ കോളത്തിൽ നിങ്ങൾ ആദ്യം എലമെൻറ്റ്, ഏതൊക്കെ എലമെൻ്റാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്, എലമെൻ്റ് ഏതാണെന്ന് നോക്കണം. രണ്ടാമത്തെ കോളത്തിൽ ആ എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസ്, നോട്ട് മോളിക്കുലർ മാസ്, അറ്റോമിക് മാസ് എത്രയാണെന്നുള്ളത് എഴുതണം. അറ്റോമിക് മാസ് എത്രയാണെന്നുള്ളത് എഴുതണം. അടുത്ത കോളത്തിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന പെർസെൻറ്റേജ് മാസ് എഴുതണം. അതാദ്യം നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം 2 എലമെൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഹൈഡ്രജൻ, സെക്കൻഡ് വൺ ഈസ് ഓക്സിജൻ. ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് നിങ്ങൾക്കറിയാം 1 ആണ്, ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16 ആണെന്നും അറിയാം. ഇനി ഈ കോമ്പൗണ്ടിൽ 11.11% ഹൈഡ്രജൻ ഉണ്ടെന്ന് തന്നിട്ടുണ്ട്, 88.89% ഓക്സിജൻ ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത് നമുക്കറിയാം, പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് 100 ആണ്. അതായത് 100 ഗ്രാം വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൽ 11.11 ഗ്രാം ഹൈഡ്രജൻ ഉണ്ട്, 88.89 ഗ്രാം ഓക്സിജൻ ഉണ്ട്. ഇനി ഗിവൺ മാസ് ഇൻ ഗ്രാം നമുക്കറിയാമെങ്കിൽ അറ്റോമിക് മാസ് ഇൻ ഗ്രാം കൊണ്ട് ഡിവൈഡ് ചെയ്യാനും നമുക്കറിയാം. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് അതിലുള്ള നമ്പർ ഓഫ് മോൾസ് ആയിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജനും നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജനും നമുക്ക് കണ്ടുപിടിക്കാം. അതിന് നമ്മൾ ചെയ്യാൻ പോകുന്നു, എന്താ ചെയ്യുന്നത്? നമ്മൾ പെർസെൻറ്റേജ് മാസിനെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ നോക്കൂ, പെർസെൻറ്റേജ് മാസ് 11.11, atomic mass 1. So you get the same number, 11.11 തന്നെ കിട്ടുന്നു. ഇവിടെ 88.89 ഡിവൈഡഡ് ബൈ 16. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത് നോക്കാം.
5.55. ഇനി നമ്മൾ സിംപ്ലസ്റ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ പോവാണ്. ഇത്ര ഹൈഡ്രജൻ്റെ നമ്പർ ഓഫ് മോൾസ് ഇതാണ്, ഓക്സിജൻ്റെ നമ്പർ ഓഫ് മോൾസ് ഇതാണ്. ഇവ തമ്മിലുള്ള നമ്പർ ഓഫ് മോൾസ് തമ്മിലുള്ള സിംപ്ലസ്റ്റ് റേഷ്യോ ആണ് അടുത്ത കോളത്തിൽ കാണാൻ പോകുന്നത്. സിംപ്ലസ്റ്റ് റേഷ്യോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, എപ്പോഴും സിംപ്ലസ്റ്റ് കിട്ടാൻ എന്താ ചെയ്യുക? ചെറുതുകൊണ്ട് രണ്ടിനെയും ഡിവൈഡ് ചെയ്യാം. 11.11 ഉണ്ട്, 5.55. ഇതിലേതാണ് ചെറുത്? 5.55. അപ്പോൾ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ വാട്ട് യു ഗെറ്റ് ഇസ് 2 ഹിയർ ആൻഡ് ഹിയർ 5.55 by 5.55. You get 1. That means the ratio between hydrogen and oxygen in this compound is 2:1. To get the empirical formula, നമ്മൾ എന്ത് ചെയ്യണം? Write the symbols of hydrogen and oxygen side by side and put these numbers. Hydrogen 2, oxygen 1. 1 ആകുമ്പോൾ എഴുതണമെന്നില്ല. So its empirical formula is H2O. Then you can find out the empirical formula mass. Empirical formula mass equal to hydrogen 2 into 1 plus oxygen 16 equal to 18. Similarly, we know that the molar mass of water is also 18. Molar mass is 18. Then to get the molecular formula, divide the molar mass with empirical formula mass. So what you get is molar mass by empirical formula mass. You get a number 18 by 18 equal to 1. Then multiply this empirical formula with this number. 1 ആയ കാരണം നിങ്ങൾക്ക് H2 into 1 or 1 into 1. You get the same. So molecular formula of water is H2O itself. മോളിക്കുലർ ഫോർമുല നേരത്തെ തന്നെ പറഞ്ഞല്ലോ, എംപിരിക്കൽ ആൻഡ് മോളിക്കുലർ ഫോർമുല വാട്ടറിൻ്റെ സെയിം ആണ്. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് കോമ്പോസിഷൻ തന്നു കഴിഞ്ഞാൽ മോളിക്കുലർ ഫോർമുലയിലെത്താൻ എന്തൊക്കെ സ്റ്റെപ്പ് വേണം? ആദ്യം ഒരു കോളം ഉണ്ടാക്കുക. കോളത്തിൽ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ പേര് എഴുതാം. രണ്ടാമത്തെ കോളത്തിൽ ആ എലമെൻസിൻ്റെ അറ്റോമിക് മാസ് നമ്മൾ അറിയണം, അത് എഴുതാം. പിന്നത്തെ കോളത്തിൽ പെർസെൻറ്റേജ് മാസ് എഴുതാം. പിന്നത്തെ കോളത്തിൽ ഈ പെർസെൻറ്റേജ് മാസിനെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എഴുതാം. നെക്സ്റ്റ് കോളത്തിൽ സിംപ്ലസ്റ്റ് റേഷ്യോ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇതിൽ ഏറ്റവും ചെറുതുകൊണ്ട് എല്ലാറ്റിനെയും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ സിംപ്ലസ്റ്റ് റേഷ്യോ കിട്ടും. പിന്നെ ഈ എലമെൻസിൻ്റെ പേര് സൈഡ് ബൈ സൈഡ് എഴുതാം, സിമ്പിൾ എഴുതാം. എന്നിട്ട് ആ നമ്പർ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതാം. ദെൻ യു ഗെറ്റ് എംപിരിക്കൽ ഫോർമുല. ഇനി മോളിക്കുലർ ഫോർമുല കാണാനായിട്ട് ഈ എംപിരിക്കൽ ഫോർമുലയുടെ മാസ് കണ്ടുവയ്ക്കുക. മോളിക്കുലർ മാസ് നമുക്ക് പല മെത്തേഡും ഉണ്ട് മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാനായിട്ട്. ആ മോളിക്കുലർ മാസ് ഗിവൺ ആയിരിക്കും. ഇനി മോളാർ മാസിന് എംപിരിക്കൽ ഫോർമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത ഒരു നമ്പർ കിട്ടും, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ക്ലിയർ ആയില്ലേ? ഇതാണ് സ്റ്റെപ്സ്. ഇനി ചില സമയത്ത് മോളാർ മാസിന് പകരം വേപ്പർ ഡെൻസിറ്റി തരും. വേപ്പർ ഡെൻസിറ്റി തന്നു കഴിഞ്ഞാൽ 2 into വേപ്പർ ഡെൻസിറ്റി വിൽ ഗിവ് യു ദ മോളിക്കുലാർ മാസ്. മോളാർ മാസ് കിട്ടാൻ 2 into വേപ്പർ ഡെൻസിറ്റി ചെയ്താൽ മതി. 2 into വേപ്പർ ഡെൻസിറ്റി വിൽ ഗിവ് യു ദ മോളാർ മാസ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ മോളാർ മാസ് കണ്ടിട്ട് വേണം പിന്നെ ചെയ്യാനായിട്ട്. അതും കൂടി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം.